Guys, welcome back to our channel Tech Moderator. Guys, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് വന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് webview zoom in എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ webview zoom in എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ബിഗിനർ ഒക്കെ ആണെങ്കിൽ സാധാരണ ഒരു വെബ് വ്യൂ ഉണ്ടാകുമ്പോൾ അത് സൂം ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ക്രോമിനകത്ത് ഇത് വർക്ക് ചെയ്യുന്നത്, അതായത് എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ക്രോമിനകത്ത് നമുക്ക് ടെസ്റ്റ് എല്ലാം വലുതാക്കാം, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനെ കൂടുതൽ വലിപ്പത്തിൽ കാണാൻ പാകത്തിനാക്കുന്ന ഒരു രീതിക്കാണ് വെബ്വ്യൂ സൂം ഇൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു കോഡ് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ചാനൽ സബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിനകത്ത് നമ്മൾ ചില കോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഡുകളെല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക് മോഡറേറ്ററിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മാത്രം എടുക്കുക, മറ്റുള്ള വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കരുത്, കാരണം ഫേക്ക് ആകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേര് വെബ്വ്യൂ സൂം ഇൻ എന്നാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പ്രൊജക്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വെബ് വ്യൂ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിടുക. ജസ്റ്റ് ഒരു വെബ് വ്യൂ കൊണ്ടുവന്നിടുക. ദെൻ ഓൺ ക്രിയേറ്റിനകത്ത് ചെന്നിട്ട് നമ്മൾ വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് എടുക്കുക. കോഡിൻ്റെ ആ ഒരു സെക്ഷൻ എടുത്തിട്ട് ഏറ്റവും താഴേക്ക് പോവുക. ദെൻ മുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഡ് കാണാൻ പറ്റും. ആ ഒരു കോഡ് എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നിടുക. ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ടാൽ മതി. ദെൻ ഇവിടെ webview 1 എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഇവിടെ ഒരു URL ലോഡ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഈ ഒരു ലിങ്കാണ് കൊടുക്കുന്നത്. ദെൻ ഓപ്പറേറ്ററായി ചെന്നിട്ട് ആഡ് സോഴ്സ് എന്നുണ്ടാവും, അവിടെ പിടിച്ച് അതൊന്ന് ഡ്രാഗ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്നിടുക. ദെൻ ഈ ഒരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഗൈസ്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇതിനകത്ത് ഈ ഒരു കോഡിനകത്ത് webview 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കോഡിനകത്ത് web 1, ഈ ഒരു 1 നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണും, ഇവിടെയും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഈ 1 ഇതിപ്പോൾ നിങ്ങളുടെ 2 ആണെങ്കിൽ ഇത് 2ലേക്ക്, ഈ 2 1ഉം 2ലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. ഇനി നെറ്റ് ഒന്ന് ഓൺ ആകണം. ഇത് Skechwar പ്രോയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടത്തില്ല, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തായിരിക്കും കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത ആ കോഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാം. ഗ്രൂപ്പിനകത്തായിരിക്കും ആ കോഡ് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. സാധാരണ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് സൂം ചെയ്യുമ്പോൾ അത് പറ്റത്തില്ല. പക്ഷെ നമ്മൾ ഈ ഒരു കോഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് സൂം നൈസായിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു വാട്സപ്പാണ് സൂം ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് ആ വാട്സപ്പ് ഇങ്ങനെ അങ്ങോട്ട് സൂം ചെയ്ത് വെച്ചാൽ മതി. ആ വാട്സപ്പിൻ്റെ ആ ലോഗോ മാത്രമായിട്ട് എനിക്ക് സൂം ചെയ്ത് കിട്ടും. അപ്പോൾ ഗൈസ്, ഇതിനെയാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്ന ആ കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കോഡ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നിങ്ങൾ വാട്സപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ കയ്യിലുള്ള എല്ലാ കോഡുകളും അതിനകത്ത് വരുന്നതായിരിക്കും. അതിനകത്ത് webview zoom in എന്ന് പറഞ്ഞൊരു കോഡായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുക. ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആ ഒരു കോഡായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഇപ്പോൾ തന്നെ സബ് ചെയ്തേക്കാം. ലൈക്ക് അടിക്കാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചേക്കുക ഗൈസ്.